Our tomorrow may be dark, painful, difficult, and we might stumble or fall down. But the stars shine brightest when the night is darkest. And if the stars are hidden, let moonlight guide us. If even the moon is dark, let our faces be the light that helps us find our way. Hey guys, and once again welcome back. So ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നും ഒരു സ്റ്റഡി വ്ലോഗാണ്. ആൻഡ് ആക്ച്വലി ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ടിപ്പിക്കൽ എൻ്റെ ഒരു സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഞാൻ സാധാരണ നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് എക്സാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള ദിവസങ്ങളിലോ ഞാൻ എങ്ങനെയാണെന്നാണ്. ആക്ച്വലി ഞാൻ കുറച്ച് മ്യൂഡയാണ്. മ്യൂഡെന്ന് പറഞ്ഞാൽ ടയർഡാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, മടുത്തു, ഈസിലി മടുത്തു. പഠിച്ചു മടുത്തതാവാം, അതുപോലെ പല പല പ്രശ്നങ്ങളും കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഓഫാണ് ഞാൻ ഒരു കണക്കിൽ പറയാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എനിക്ക് ഇന്ന് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്താണ്, ഏതാണ്, മറ്റേതാണ്, മറിച്ചതാണ്, നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്കതെല്ലാം ടിക്കോടെ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒരു തിങ് അല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു തിങ് ആണ്. അപ്പം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് 12th ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ടേക്ക് എ ബാത്ത്. നമ്മൾ ആദ്യം തന്നെ കുളിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എഴുതുന്നത്. ഞാൻ ഓൾറെഡി ഇന്നത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യണം. കുറച്ച് FSCയുടെ വർക്ക് ഉണ്ട്, അത് ചെയ്യണം. കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാനുണ്ട്, അത് ചെയ്യണം. ആൻഡ് നമുക്ക് ഓഫ് കോഴ്സ് എന്നത്തെയും പോലെ തന്നെ കുറച്ച് പഠിക്കാനുമുണ്ട്, അപ്പോൾ അതും ചെയ്യണം. ആൻഡ് നമുക്ക് നമ്മുടെ സ്വിഷൻ പ്രൂഫിങ്ങിൻ്റെ പ്ലാനിങ്ങും ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട് ഐ ജസ്റ്റ് റിട്ടൺ. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് എത്രണ്ണം നമ്മൾ ടിക്കിടും എന്ന് നമുക്ക് നോക്കാം. ഐ ഹോപ്പ് ഇത് എല്ലാം ഞാൻ ടിക്കിടുമെന്ന്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കുട്ടി അടിപൊളി ഷവർ എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. Guys, I just took a really good shower. ഇനിയിപ്പോൾ നമ്മുടെ വൈറ്റൽ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കാരണം നമ്മളിപ്പോൾ നിലവിൽ അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടുള്ള എല്ലാ സാമഗ്ര വസ്തുക്കളും എൻ്റെ പക്കലുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുன்னாടി ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നോളൂ കേട്ടോ. അതാട്ടോ മുടിയിൽ തോർത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ചളി പോകത്, തല കുലുക്കി കഴിഞ്ഞിട്ട് ഒത്തിരി മുടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, എപ്പോഴും വെള്ളം കുടിക്കുക, അത് മസ്റ്റാണ് പഠിക്കാനിരിക്കുമ്പോൾ. ഞാൻ എല്ലാവരോടുമായിട്ട് പ്രത്യേകം പറയണ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെള്ളം കുടിക്കുക എന്നത്. അപ്പോൾ അതാണ് ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത്. ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഫോണിൽ എനിക്ക് ടൈമർ വയ്ക്കാൻ പറ്റില്ല. സോ പോമഡോറോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ഇത് ടൈമറാട്ടോ സെറ്റ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മുടി അതിന് പോകും, അതൊന്ന് ഞാൻ ഒന്നുകൂടെ കെട്ടി വയ്ക്കട്ടെ കേട്ടോ. ഇതെല്ലാം പാർട്ട് ഓഫ് സ്റ്റഡിങ് ആണ്. ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, പഠിക്കാം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിലുണ്ടായിരുന്ന ടോപ്പിക് ഞാൻ എടുക്കുന്നില്ല കറൻ്റ്ലി. ബിക്കോസ് എനിക്ക് ചെക്ക് ചെയ്യണം നമുക്ക് നാളെ ഏത് ടീച്ചറാണ് വരുന്നതെന്നുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെക്ക് ചെയ്യുന്ന ടൈമിൽ. ഞാൻ വേറെ എന്തെങ്കിലും ഓപ്പൺ ആക്കി വെച്ച് നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആയിരുന്നു. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഗൈസ്. ഐ എം ഗോയിങ്. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് സ്കൂൾ ബേസ് ചെയ്തിട്ട്. അപ്പം ഞാൻ അതിൽ
ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കിനി അടുത്ത ദിവസം ആരാണ് ടീച്ചർ, കൈ ഒന്ന് കൊള്ളിട്ടോ, നാളെ എനിക്ക് ആരുടെയാണ് ക്ലാസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നാളെ നമുക്ക് ആരാണ് ക്ലാസ്സിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി നമുക്ക് ടോട്ടലി 8 പീരീഡ്സ് ആണുള്ളത്. 7:50 സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് 14:45 വരെ ഉണ്ടാവും. വിച്ച് മീൻസ് ഓരോ 1 അവറിലും കണ്ടാണ് ബ്രേക്ക്. നമുക്ക് 1 അവറില്ല, സംതിങ്, ഓക്കെ, 90 മിനിറ്റിലാണ് ബ്രേക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആട്ടെ, ഞാനിപ്പോൾ അതല്ല നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നാളെ നമുക്ക് 4 പീരീഡ് ഉള്ളൂ. ലാസ്റ്റ് 4 പീരീഡ് നമുക്ക് ടീച്ചറില്ല, ബിക്കോസ് ടീച്ചർ ക്രാങ്ക് ആണ്. അതുകൊണ്ട് നമുക്കൊരു ഔഫ് കവർ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ അത് സ്കൂളിൽ ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാം. അപ്പം ഔഫ് കവർ ഓൾറെഡി പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം, നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് നാളെ ഉള്ളത് ഡോയ്ഷും കാബേഹയാണ്. അപ്പം കാബേഹയുടെ ലാസ്റ്റ് ടോപ്പിക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് MS അല്ലായിരുന്നു, മോർബസ് പാർക്കിൻസൺ ആയിരുന്നു. അപ്പം നമുക്ക് പാർക്കിൻസണിനെ പറ്റിയിട്ട് കുറച്ച് പഠിക്കാം. എന്താണ് പാർക്കിൻസൺ, എങ്ങനെ വരും, ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുടർന്ന് പോവാം. അതായിരിക്കും ഐ ഹോപ്പ് ബെറ്റർ. ഐ ഡോണ്ട് നോ, കണ്ടുപിടിക്കട്ടെ കേട്ടോ ഞാൻ എവിടെയായിരുന്നു ഇതൊക്കെ എഴുതി വെച്ചെന്നുള്ളത്. ഇതാണ് ഈ ചടങ്ങ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്ന മോർബസ് പാർക്കിൻസൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാമല്ലോ, which I think better. സംതിങ് എന്തോ ഔഫ് കവർ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേപ്പർ ഉണ്ട്, പേപ്പറിൻ്റെ അങ്ങേറ്റാണ് പഠിക്കാൻ. So this is what I just studied last day. ഇത് ഞാൻ സ്വയം പഠിച്ചാണ് കേട്ടോ. ഇത് ഞാൻ ടീച്ചർ തന്ന നോട്ടല്ല, ടീച്ചർ തന്ന നോട്ട് വേറെയാണ്. അത് നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ എവിടെ മുതൽ നിന്ന് നമ്മളൊന്ന് വിശദീകരിച്ച് പഠിക്കാൻ പോവാണ്. ഓക്കെ, so let's get started. So I'm just going to learn about Morbus Parkinson. അപ്പോൾ ടീച്ചർ തന്ന നോട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Morbus Parkinson. Morbus Parkinson, auch bekannt als Idiopathisches Parkinson-Syndrom, IPS, ist eine neurodegenerative Erkrankung, die durch den fortschreitenden Untergang von Nervenzellen in der Substantia nigra des Mittelhirns gekennzeichnet ist. Zu den Hauptmerkmalen dieser Erkrankung gehören Bradykinesie, Rigor, Ruhetremor, Haltungsinstabilität. Okay, aber Morbus Parkinson auch bekannt als Idiopathisches Parkinson-Syndrom, IPS. Okay, Morbus Parkinson auch bekannt als Idiopathisches Parkinson-Syndrom ist eine neurodegenerative Erkrankung, die durch den fortschreitenden Untergang von Nervenzellen in der Substantia nigra des Mittelhirns gekennzeichnet ist. ഓക്കെ, അപ്പോൾ എന്താണ് മോർബസ് പാർക്കിൻസൺ? അതിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. മോർബസ് പാർക്കിൻസൺ auch bezeichnet als Idiopathisches Parkinson-Syndrom ist eine neurodegenerative Erkrankung. Ja, okay, അത്രയും വരെ ക്ലിയർ ആണ്. Ja, die durch den fortschreitenden Untergang von Nervenzellen in den Substantia nigra des Mittelhirns gekennzeichnet ist. Yes guys, പഠിച്ചു guys. Okay, so I'm just going to put timer. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ടൈമർ വയ്ക്കാൻ പോവാണ്, നിങ്ങളെ കാണിച്ച് ഞാൻ ടൈമർ വയ്ക്കാം. ഒരു 25 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25 മിനിറ്റ്സിനുള്ളിൽ
എൻ്റെ ഞാൻ പഠിക്കാൻ പോകുന്നത് ഒന്ന് ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഹൗട്ട് മാലൻ എന്താ പറയുക, പിന്നെ അതിൻ്റെ കുറച്ച് സിംറ്റംസ് വേണമെന്ന് പറയാം, സിംറ്റംസ് എന്നുള്ളൊരിതിൽ പറയാം. പിന്നെ അതിൻ്റെ ഫിസിയോളജി അത്രയും ഞാൻ പഠിച്ചിട്ടില്ല. ഫിസിയോളജി നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ 25 മിനിറ്റിനുള്ളിൽ ഞാൻ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കുറച്ച് സിംറ്റംസും ആണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പഠിക്കാം. So definition von Morbus Parkinson. Morbus Parkinson, auch bekannt als idiopathisches Parkinson-Syndrom (IPS), ist eine neurodegenerative Erkrankung, die durch den fortschreitenden Untergang von Nervenzellen in den Substantia nigra des Mittelhirns gekennzeichnet ist, und Symptome Symptome besteht aus 2 Teilen, motorische und nicht motorische. In motorische Symptome Hypo bezüglich Weise Bradykinesie, verminderte bzw. verlangsamte Bewegungen in alltäglichen Leben beeinträchtigen, und dann Rigor, wechselnde Erhöhung des Muskeltonus, die zu Muskelsteifheit führt. പിന്നെ Ruhe Tremor, Zittern, das in Ruhe auftritt, oft sichtbar, wenn die Arme entspannt sind. Ruhe Tremor, Zittern, die in Ruhe auftritt, oft sichtbar, wenn die Arme entspannt sind. Haltungsinstabilität, Unsicherheit beim Stehen und Gehen, die das Risiko von Stößen erhöht. Zahnradphänomen, rückartiges Nachlassen des Widerstands bei passiver Bewegung. Denn nicht-motorische Symptome, Depressionen betreffen etwas 50% der Patienten und können die Lebensqualität erheblich beeinträchtigen. Kognitive Störungen, Gedächtnis- und Konzentrationsprobleme, die bei etwas 25% der Patienten auftreten. Schlafstörungen, Schwierigkeiten beim Ein- oder Durchschlafen, die Tagesmüdigkeit verstärken. Blasen- und Darmprobleme, häufig Obstipation und Blasenstörungen, die Lebensqualität beeinträchtigen können. സോ ഐ എം സോ ഹാപ്പി. ആക്ച്വലി നമുക്ക് ഇനിയും 10 മിനിറ്റ്സ് ലെഫ്റ്റ് ഉണ്ട്. 10 മിനിറ്റ്സിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അത് കൂടാണ്ട് ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യട്ടെ, ഞാൻ ഒച്ചയേക്കും അടിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, 10 മിനിറ്റ്സിൽ ഞാൻ ഡെഫിനിഷൻ പഠിച്ചു, ഡെഫിനിഷൻ ഓഫ് പാർക്കിൻസൺ പഠിച്ചു. ആൻഡ് അത് കൂടാണ്ട് ഞാൻ സിംറ്റംസ് പഠിച്ചു. സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മോട്ടോറിഷ, നെഷ് മോട്ടോറിഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മോട്ടോറിഷ സിംറ്റമും പഠിച്ചു, അതായത് ബ്രാഡിക്കിനേസി അല്ലെങ്കിൽ ട്രെമോ, റൂഹെ ട്രോമോർ ആയിരിക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൾട്ടിങ് ഇൻസ്റ്റബിലിറ്റേറ്റ്, സാൻഡ്രഡ് ഫിനോമൻ. അതുപോലെ നിഷ്ട് മോട്ടോറിഷ പഠിച്ചു, ഡിപ്രസ്യോണൻ, കോഗ്നിറ്റീവ് സ്റ്റോറിങ്ങൻ, wie zum Beispiel Gedächtnis und Konzentrationsprobleme, പിന്നെ Schlafstörungen, പിന്നെ Blasen- und Darmproblem. Yeah, I'm happy. അപ്പം അത് മാത്രമല്ല, അതിൻ്റെയൊക്കെ ഡെഫിനിഷനും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ, ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞു പോയെന്നുള്ളൂ. സോ നമുക്കിനി ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഒരു 25 മിനിറ്റ്സ് ഞാൻ പഠിച്ചു. അപ്പം അതിനായിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അപ്പോൾ എനിക്കും മടുക്കില്ലല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട നേരമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഫിഷ് ഉണ്ട്, ചോറുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ.